ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കാക്കുവിൻ്റെ കല്യാണമാണെന്ന് ഞാൻ കുറേയായി പറയണു. സോ ഇത് നമ്മുടെ കല്യാണത്തിൻ്റെ വ്ളോഗാണ്. മാർച്ച് 28 നിക്കാഹും മാർച്ച് 29 നമ്മുടെ സൈഡിൽ നിന്നുള്ള റിസപ്ഷനും ആയിരുന്നു നമ്മുടെ പ്രോഗ്രാം. സോ ഇത് നിക്കാഹിൻ്റെ വ്ളോഗാണ്. ഇന്നലെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേനും ഏകദേശം 12 മണി. നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ചപ്പോഴാണ് ഞാൻ ഉറക്കത്ത് നിന്ന് ഉണരുന്നത്. കാക്കുവിൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനും സുന്ദാത്തിയും. സോ അതുകൊണ്ട് മല്ലു മേക്ക് ഓവർ എന്ന് പറയുന്ന ഇത്താനായിരുന്നു കേട്ടോ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കമൻറ്റ് ബോക്സിൽ ഇത്താൻ്റെ പേജ് മെൻഷൻ ചെയ്യാം. ഞാൻ അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ചെയ്യുന്ന മേക്കപ്പ് ഫുള്ള് ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. സോ ഇതെനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ഒരു 9 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനാണ്. 11 മണിക്കാണ് നിക്കാഹ്. സോ ഒരു 1.5-2 മണിക്കൂർ, 2 മണിക്കൂറൊന്നുമില്ല, ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ട്രാവൽ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങണം. അതുകൊണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരു 4 മണി 3:45 ആയപ്പോഴത്തേനും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങാൻ തന്നെ 1:30 ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2-3 മണിക്കൂർ ഉറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. എനിക്കാണെങ്കിൽ ഉറക്കം കമ്മിയാൽ അപ്പം മൈഗ്രെയിൻ വരും. പക്ഷേ കല്യാണത്തിൻ്റെ അന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാനൊരു ലാവൻഡർ കളർ അനാർക്കലി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പെയർ ചെയ്തിട്ടുള്ള ജുവൽസൊക്കെ ഞാൻ ഐ ആം ബ്രൈഡ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അതും വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഇൻസ്റ്റഗ്രാം ID താഴത്ത് മെൻഷൻ ചെയ്യാം. അങ്ങനെ ഏകദേശം എല്ലാം സെറ്റായി. എൻ്റെ ഫേസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഹെയർ സ്റ്റൈൽ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. പക്ഷേ നാളെ അങ്ങനത്തെ ഹെയർ സ്റ്റൈലല്ല. എനിക്ക് മാത്രമല്ല നമ്മൾ രണ്ടാൾക്കും മേക്കപ്പ് ചെയ്യണം, സുന്ദാതാക്കും ചെയ്യണം. അപ്പോൾ എൻ്റെ കഴിഞ്ഞിട്ട് സുന്ദാത്തായിരുന്നു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അയാൻ ബേബി താഴത്ത് നല്ല ഉറക്കമാണ്. അപ്പോൾ കുട്ടി ഉണരുന്നതിൻ്റെ മുമ്പ് തന്നെ പെട്ടെന്ന് ചെയ്യണം. അങ്ങനെ നമുക്ക് രണ്ടാൾക്കും എല്ലാം സെറ്റാക്കി തന്നിട്ട് ഇത്ത പോയി. മല്ലു മേക്ക് ഓവർ എന്നാട്ടോ ഇൻസ്റ്റാഗ്രാം ID പേര്. നമ്മൾ രണ്ടാളും സെയിം ഔട്ട്ഫിറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ, അപ്പോൾ നമ്മൾ സെയിം ആക്കാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും ഒരു ലാവൻഡർ കളർ ഔട്ട്ഫിറ്റാണ്. ഞാനും സുന്ദാത്തിയും സെയിം ഔട്ട്ഫിറ്റും, ബാക്കിയുള്ളവരൊക്കെ ഇതേ ഒരു കളർ തീമിൽ വരുന്ന ഔട്ട്ഫിറ്റ്സ് ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നെയിൽസും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാണ് ഈ പട്ടി ഷോ ഞാൻ കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി കാക്കൂനെ നേരെ ഒരുക്കണം. കാക്കൂനെ ഒരുക്കണ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആരാണ്? ഞാൻ ഒരുക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഓൻ്റെ കല്യാണത്തിന് ഓനെ ഒരുക്കണമെങ്കിൽ അപ്പോൾ ഞാൻ അത്ര അടിപൊളിയാക്കിയിട്ട് മേക്കപ്പ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണല്ലോ. അപ്പോൾ ആ വിശ്വാസം തകർക്കാതെ ഞാൻ ഒക്കെ അടിപൊളിയാക്കി സെറ്റാക്കി കൊടുത്തു. കൊളായ പണി പാളിന്നു, ഞാനല്ലേ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ കൊളമൊന്നും ആവൂല. ഞാൻ ഒരുപാട് ഓവറായിട്ടൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടേ ഉള്ളൂ. ഇതാണ് കാക്കൂൻ്റെ ഔട്ട്ഫിറ്റ്. നിക്കാഹ് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഓഫ് വൈറ്റിൽ വരുന്ന ഒരു കുർത്തയായിരുന്നു ഓൻ എടുത്തിട്ടുണ്ടായിരുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഞാനും സുന്ദാത്തി ഒരു 8 മണി 8:30 ആയപ്പോഴത്തേനും റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കാക്കൂനെ റെഡിയാക്കി കൊടുത്തു. അപ്പോഴത്തേനും ഫോട്ടോഗ്രാഫറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഓൻ വേഗം റെഡിയായിട്ട് താഴത്തോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഓനെ റെഡിയാക്കി. ഇനി അടുത്ത ആളിനെ റെഡിയാക്കണം. ഇനി ഇമ്മ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ കുടുംബത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനാണ്. എന്ത് ചെയ്യാനാണ്, പഠിപ്പൊക്കെ നിർത്തി നേരെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ പഠിച്ചാലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കണ്ടോ, ഇമ്മിയും ഈ ഒരു ലാവൻഡർ കളർ തീമിൽ വരുന്ന ഒരു ചുരിദാറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനത് ഷോപ്പിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മാക്കും ഞാൻ അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും മുഖത്ത് ചെയ്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുത്തു എന്ന് മാത്രം. അങ്ങനെ ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ റെഡിയാക്കും. എനിക്ക് ഭയങ്കര സ്പീഡാണ്. 10 മിനിറ്റ് എടുത്തെങ്കിലും ഞാൻ ആ 10 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് കണ്ടില്ല. എൻ്റെ അമ്മ ഇപ്പോൾ ഒരു സുന്ദരിയായില്ലേ. അങ്ങനെ നിക്കാഹിന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലിട്ട് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വ്ലോഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതന്നെ എനിക്കൊരു ആശ്വാസം. പൊതുവേ ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രോഗ്രാംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കസിൻ്റെ കയ്യിലാണ് വീഡിയോസൊക്കെ എടുക്കാൻ കൊടുക്കാറുള്ളത്. പക്ഷേ അന്ന് എനിക്ക് എക്സാം ആയിരുന്നു. ലാസ്റ്റ് ഒരു എക്സാം ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കേണ്ടി വന്നു. അയാൻ ബേബിയും നല്ല ലാവൻഡർ കളർ കുർത്തയൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദര കുട്ടനായിട്ട് റെഡി ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുമിതാത്താക്ക് ജസ്റ്റ് ചെറിയൊരു പനി വന്നു. അതുകൊണ്ട് ഓനക്കും ചെറിയൊരു പനി വരുന്ന പോലെ എവിടേക്കേ ഉണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ കുർത്തിയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇട്ട് കൊടുത്തിക്കണേ. പിന്നെ പൊതുവേ നല്ല ചൂടുവാണല്ലോ. ഓന് എങ്ങനെ അത് ഇതാക്കും എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ എന്നാലും നമ്മളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും ലാവൻഡർ കളർ തീമായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി ഒരു ക്ലിപ്പ്. എല്ലാവരും റെഡിയായ പിന്നെ ഫോട്ടോ എടുക്കണ തിരക്കിലായിരുന്നു. ഫോട്ടോഗ്രാഫറും എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കുക, ഫാമിലി ഫോട്ടോ എടുക്കുക, ഒറ്റയ്ക്കുള്ള ഫോട്ടോ എടുക്കുക, അങ്ങനെ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈം ആയപ്പോഴത്തേനും നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. നിക്കാഹ് 11 മണിക്കാണ്. അപ്പോൾ ആ ടൈമിൽ
എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ 4 ആളും കാറിൽ കയറി, ബാക്കിയുള്ളവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. നമ്മൾ ചെറുക്കൻ്റെ കൂടെ ചെറുക്കൻ്റെ ആൾക്കാരായിട്ട് അങ്ങോട്ട് കയറി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കല്യാണമായിട്ട് എന്താ കയ്യിൽ മെഹന്തി ഒന്നും ഇടാത്തെന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് നിൽക്കാനുള്ള ഔട്ട്ഫിറ്റ് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെഹന്തി ഇടാനൊന്നും ടൈം കിട്ടിയില്ല, പിന്നെ ഇട്ട് തരാനുള്ള ആളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഇന്ന് വൈകുന്നേരം ഇടാന്നുള്ളത്, നാളെ നമുക്ക് പരിപാടി ഉണ്ടല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 4 ആളുമാണ് ഫ്രണ്ടിൽ പോണത്, ബാക്കിയുള്ളവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. ഇമ്മയും വാപ്പയൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. റിലേറ്റീവ്സൊക്കെ ഉള്ള വണ്ടിയിൽ ഇമ്മയും വാപ്പയൊക്കെ കയറി ഞങ്ങൾ 4 ആളും പോകുന്നതാണ്. ഞങ്ങൾക്കാണെങ്കിലോ ഭയങ്കര ടെൻഷനും, ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ കൂടെ വരുന്ന ഒരു വണ്ടി ചെറുതായിട്ടൊന്ന് വഴി തെറ്റി, അതിനാൽ ആകെ സ്വീപ്പായി. എന്നാലും ടൈമിന് ഏകദേശം നമ്മളെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും സുമിതാത്തായിരുന്നു ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ആൾക്കാരും. അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് പോയി. പിന്നെ കാക്കും ബാക്കിയുള്ളവരൊക്കെ നിക്കാഹ് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളീൻ്റെ അങ്ങോട്ടും പോയി. ഞങ്ങൾ ഇവിടെ ഇരുന്നു. അങ്ങനെ കുറച്ചധികം നേരം നിക്കാഹ് കഴിയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് നിക്കാഹ് നടത്തുന്ന വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവിടെ വീഡിയോസും കാര്യങ്ങളും ഒന്നും അലൗഡ് ആയിരുന്നില്ല. പിന്നെ ഇത് എൻ്റെ വളകളും പിന്നെ അവളുടെ വാച്ചും ബാങ്കിലൊക്കെ കാണിക്കുന്ന ജസ്റ്റ് ഒരു പട്ടി ഷോ മാത്രം, ഞങ്ങൾക്ക് ഇതല്ലേ അറിയുള്ളൂ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തോ ഒരു ആൾക്കൂട്ടം എന്ന്. വേറൊന്നുമല്ല, നമ്മുടെ പുതിയാപ്പിള ഇപ്പോൾ വരും. ഇപ്പോൾ ചെക്കൻ്റെ എൻട്രിയാണ് ഗൈസ്. അപ്പോൾ ആ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് കാക്കു എത്തിയിട്ടുണ്ട്. ഇനി പെണ്ണിൻ്റെ എൻട്രി, എന്നിട്ട് മഹർ കെട്ടി കൊടുക്കുക, എന്നിട്ട് ഫുഡൊക്കെ കഴിക്കുക, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ പോരുക. ഇനി അതാണ് നമ്മുടെ പരിപാടി. പിന്നെ എൻ്റെ വീഡിയോസിലോ കാര്യങ്ങളിലോ ഒന്നും ഞാൻ എൻ്റെ നാത്തൂനെ കാണിച്ചിട്ടില്ല. ഞാനത് കല്യാണത്തിന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ കാക്കുൻ്റെ വൈഫ്. ചെറുക്കൻ എത്തിയ സ്ഥിതിക്ക് ഇനി നമ്മുടെ പെണ്ണിൻ്റെ എൻട്രി ആണല്ലോ. നാത്തൂന് നമ്മൾ ഡ്രസ്സ് എടുത്തത് ഒരു റെഡ് കളർ സാരി ആയിരുന്നു. സാരി എടുക്കണം എന്നായിരുന്നു പുള്ളിക്കാരിയുടെ ആഗ്രഹം. അപ്പോൾ പിന്നെ നമ്മൾ സാരി തന്നെ ആക്കി. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയപ്പോൾ കുറേ പേര് കമൻറ്റിൽ എന്തോ വെഡിങ് റീൽ കണ്ടു എന്തോ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോരുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അല്ലല്ലോ. എന്നിലൂടെ ഈ വീഡിയോസൊക്കെ പുറത്തിറങ്ങുള്ളൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എൻ്റെ വിചാരങ്ങളൊക്കെ തലതിരിഞ്ഞു പോയി. എന്തായാലും അത് വിടുക. അപ്പോൾ ഇനി നേരെ പെണ്ണിൻ്റെ എൻട്രി കഴിഞ്ഞിട്ട് ഇനി പെണ്ണിനെ കൈ പിടിച്ച് സ്റ്റേജിലോട്ട് കയറ്റുന്ന രംഗമാണ്. ഇതൊന്നും എന്തായാലും നിങ്ങൾ ആ റീലിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ കാണണമെങ്കിൽ എൻ്റെ വ്ളോഗ് തന്നെ കാണണം. പിന്നെ ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ആക്കുന്ന ടൈപ്പ് ഓഫ് ആളല്ല. അതുകൊണ്ടാണ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കാൻ ലാഗ് ആവുന്നത്. ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം എല്ലാം ഒതുങ്ങി ഒക്കെ ആയിട്ടാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ആക്കാറുള്ളത്. എല്ലാം ഭംഗിയായ രീതിക്ക് അവസാനിച്ചിട്ട് എന്നിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നല്ല രീതിയിൽ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എൻട്രി കഴിഞ്ഞാൽ പിന്നെ കുറേ ഫോട്ടോസ് എടുക്കലാണല്ലോ. ഒന്നും കൂടി കയറും ഇറങ്ങും കറക്കും അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ കാക്കൂൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായിക്കണു. എൻഗേജ്മെൻറ്റിൻ്റെ വ്ളോഗിലും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസിലും ഒന്നും ഞാൻ നാത്തൂൻ്റെ ഫേസ് റിവീലേ ചെയ്തിട്ടില്ല. ഞാൻ കല്യാണത്തിന് കാണിക്കാം എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ. അതിൽ കുറേ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ഫേസ് റിവീലാക്കാത്തത് എന്നുള്ളത്. ഇപ്പം എന്തായാലും ഫേസ് റിവീലാക്കിയില്ലേ, സന്തോഷമായില്ലേ. ഇനി ഫേസ് കണ്ടില്ല എന്നുള്ളൊരു പരാതി വേണ്ട. അപ്പം ഇനി എന്തായാലും എൻ്റെ നാത്തൂനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ നാത്തൂൻ്റെ പേര് ഷാഹിൻ എന്നാണ്. നമ്മളെല്ലാവരും ഷാനു എന്ന് വിളിക്കും. അപ്പോൾ ഇനി ഞാൻ വീഡിയോസിൽ ഷാനു എന്ന് പറയുമ്പോൾ നിങ്ങളാരും കൺഫ്യൂസ്ഡ് ആവരുത്. സ്റ്റേജിൽ കയറിയാലുള്ള അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. ഓരോ പോസ് ഇട്ടിട്ട് സ്റ്റേജിൽ നിൽക്കണ ആൾക്കാരും കൊയ്യും, അത് കണ്ടിരിക്കണ നമ്മളും കൊയ്യും. പിന്നെ ഓരോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ മഹർ ഇട്ട് കൊടുക്കണ പരിപാടിയായിരുന്നു. എനിക്ക് ഈ ടൈം ഇവിടെ ആയപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി. കാരണം സുമിതാത്ത കുട്ടി കരഞ്ഞുകൊണ്ട് അപ്പുറത്തെ വീട്ടിലോട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആ ടൈമിലായിരുന്നു മഹർ ഇട്ട് കൊടുക്കണ ഇതുണ്ടായിരുന്നത്. സോ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു വെപ്രാളായിരുന്നു എനിക്ക്. പക്ഷെ ഞാനത് പുറത്തൊന്നും കാണിച്ചില്ല. എൻ്റെ ഫേസ് കണ്ടാലും അങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഉള്ളിൽ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. മീൻസ് മഹർ കെട്ടിക്കൊടുക്കുമ്പോൾ ഈ പെങ്ങന്മാരുണ്ടെങ്കിൽ പെങ്ങന്മാരാണല്ലോ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷൻ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മഹർ കെട്ടിക്കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഇങ്ങനത്തെ കുറച്ച് പോസുകളൊക്കെ ആയിരുന്നു. എന്താ ഒരു കള്ളനോട്ടം. പിന്നെ സുമിതാത്തൊന്നും ഈ നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല. അയാൻ ബേബി ആ കുർത്തിട്ടിട്ടാണോ എന്താണെന്നറിയില്ല, ചൂടൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ എത്തിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഓൾ ആ ടൈമിൽ അവിടെ ഇല്ലാത്തതുകൊണ്ട് മഹർ കെട്ടിക്കൊടുക്കണ ആ ഒരു രംഗം ഓൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, ഇതൊക്കെ വീഡിയോ എടുത്തൊക്കെ ഞാൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഓൾക്ക് കാണാം, വീഡിയോയിൽ കാണാം. അങ്ങനെ ആ പോസൊക്കെ കഴിഞ്ഞിട്ട് നേരെ മഹർ കെട്ടിക്കൊടുത്തു. അൽഹംദുലില്ലാ എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. സുമിതാത്ത മാത്രം സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. പിന്നെ അത് മാത്രമല്ല, അയാൻ ബേബിക്ക് കുറേ ആൾക്കാരനെ കണ്ടാൽ ചെറുതായിട്ട് കരച്ചിൽ എവിടെ നിന്നൊക്കെ വരും. കല്യാണം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പിന്നെ ചൂടും ഉണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കുർത്തിയൊക്കെ നമ്മൾ ഊരി കൊടുത്തു. പിന്നെ കരച്ചിൽ വന്നാൽ പിന്നെ വേറെ ആരും എനിക്ക് വേണ്ട, സുമിതാത്താനെ തന്നെ കിട്ടണം. അങ്ങനെ പിന്നെ മഹറൊക്കെ കെട്ടിക്കൊടുത്ത് പിന്നെ
ഒഫീഷ്യലി കാക്കുവിൻ്റെ വൈഫായി, അതായത് ഞങ്ങളുടെ നാത്തൂനായി. എല്ലാതും വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കസിന് എക്സാം ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനായിരുന്നു ഏകദേശം എല്ലാതും എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ എൻ്റെ വേറൊരു കസിൻ്റെ കയ്യിലാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾക്കാണെങ്കിലോ ഇവിടെ എടുക്കുക പറഞ്ഞാൽ അവിടെ പോയി എടുക്കണ ഒരു ടൈപ്പ് വീഡിയോ എടുപ്പെടുത്താണ് ഓൾഡത്. പക്ഷേ ഇപ്രാവശ്യം ഓൾ സെറ്റാക്കിക്കണു. പിന്നെ പൊതുവേ ഇമ്മേണിൻ്റെ പേഴ്സണൽ ക്യാമറാമാൻ. പക്ഷേ ഈ നേരത്തെ ഇമ്മാര് തിരക്കിൽ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ കൈ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മഹറൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോ പിന്നെ കുറച്ച് പോസൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ സുമിത്താത്താനെ തപ്പി ഇറങ്ങി. അയാൻ ബേബി ഈ ടൈമിലൊക്കെ നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഓൻ്റെ കരച്ചിലൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കാറിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടുപ്പിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ കാണാത്തത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ, മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാപ്പി ഇമ്മയൊക്കെ വന്നിട്ടുള്ള ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഇതാ കാക്കുവിൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ സുന്ദത്താൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അടുത്തത് ഞാനാണ്. കുറച്ചുകൂടി കഴിയട്ടെ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബൊക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കണതിൻ്റെ ഒരു ഇതായിരുന്നു. ഓൻ്റെ അടുത്ത് മുട്ടുകുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഓനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഭയങ്കര മടിയുള്ള ആളാണ്. വെറുതെ കൊടുക്കാൻ മുട്ടുകുത്തണോ എന്നൊക്കെ കുറേ ചോദിച്ചു. പിന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ട് മുട്ടുകുത്തി കൊടുത്തതാണ്. അല്ലെങ്കിൽ ഓനക്ക് അതിനൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മടിയാണ്. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ ഓൻ കുറേ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി പറയണ്ടല്ലോ, ഒരു രണ്ടാളും ഫോട്ടോസ് എടുക്കണ തിരക്കിലായിരുന്നു. അറഞ്ചം ഫോട്ടോസ്. നമ്മൾ അവരെ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ അവരുടെ ഫോട്ടോസ് എടുക്കൽ കഴിയണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിലും നല്ല വിശക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി. ഇതാണ് പാലക്കാടൻ ബിരിയാണി. അപ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. നമ്മുടെ സൈഡിലുള്ള പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ബിരിയാണി അല്ല, ഇതൊരു ചുവന്ന കളറിലുള്ള ബിരിയാണിയാണ്. ഈ ഒരു പാലക്കാടൻ സൈഡിലുള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യും. പിന്നെ അവസാനം ഐസ്ക്രീമും കൂടി കഴിച്ചു ഒന്ന് തണുപ്പിച്ചു. കാരണം നല്ല ചൂടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വേറൊരു റോലും നമ്മൾ വേറൊരു റോലും ആയിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അയാനുവിനെയും സുന്ദത്താനെയും തപ്പിപ്പോയി. അപ്പുറത്തെ ഒരു വീട്ടിലോട്ട് ഫീഡ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഓൾ അങ്ങോട്ട് പോയത്. നോക്കുമ്പോൾ എന്താ കുർത്തയൊക്കെ ഊരിട്ടിട്ട് നല്ല ചിരിച്ച് കളിച്ച് നിൽക്കണ അയാനുവിനെയാണ് നമ്മളവിടെ കണ്ടത്. ആ കരഞ്ഞു പോയ ആളൊന്നുമല്ല അവിടെ. മേ ബി ഒരുപാട് ആളുകളും ചൂടും ബഹളമൊക്കെ ആയതുകൊണ്ടായിരിക്കും കരഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇനി നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. പിന്നെ എൻ്റെ കണ്ണിൽ ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോണ വഴിക്ക് എനിക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷൻ പോലെ ആയതുകൊണ്ട് ഞാനത് എടുത്തു മാറ്റി. വണ്ടി ഇങ്ങനെ ഇളകി മറിഞ്ഞു പോണതുകൊണ്ട് എടുക്കാനും പറ്റണില്ല. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെ അത് എടുത്തു മാറ്റി. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. അതിനുശേഷം കല്യാണച്ചക്കനെയും കല്യാണപ്പെണ്ണിനെയും നമ്മൾ വീട്ടിൻ്റെ അകത്തോട്ട് ഉള്ളിലോട്ട് കയറ്റി. അതൊക്കെയായിരുന്നു പിന്നെ അവിടെയുള്ള പരിപാടികൾ. പിന്നെ മധുരം കൊടുക്കുക, ഐസ്ക്രീം കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് ഓരോരോ ചടങ്ങുകളായിരുന്നു. പിന്നെ അതിന് ശേഷം ഓരോ ഫോട്ടോസ് എടുക്കൽ ഇതുവരെയിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു തിരക്കിലായിരുന്നു. ഓരെന്തായാലും അവിടെ ഫോട്ടോസ് എടുക്കട്ടെ. എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഫ്രഷ് ആയാൽ അത്രയും നന്നു. കാരണം വെയ്യ, ഞാൻ കുഴങ്ങി. അപ്പം നിക്കാഹ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ദിവസമാണ് റിസപ്ഷൻ വരുന്നത്. 2 ദിവസമാണ് നമ്മുടെ പരിപാടി വരുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അടുത്ത ദിവസം റിസപ്ഷനാണ്. അതിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഈ ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.